അമേരിക്കയിൽ ഞങ്ങളുടെ വിഷു ഷോപ്പിംഗ് ആണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നാട്ടിലെ ആ വിഷു വൈബൊക്കെ ഇവിടെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ നാട്ടിൽ തന്നെ കിട്ടുള്ളൂ. എന്തായാലും നമുക്കിവിടെ ചക്കയും മാങ്ങയും കണിക്കൊന്നയും ഒക്കെ കിട്ടുമെന്ന് നോക്കാം. പട്ടേൽ ബ്രദേഴ്സിലും അതുപോലെ ഇവിടെയുള്ള പതിതാറും 2 ഷോപ്പിലായിട്ടാണ് ഞങ്ങൾ ഇന്ന് ഈ വിഷുവിൻ്റെ ഷോപ്പിംഗ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഷോപ്പിംഗ് ചെയ്യാൻ പോകുന്നവർക്ക് ഇതെന്തായാലും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇനി ഇതിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റിൽ പറയാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വെറ്റില എടുത്തു. ഇവിടെ പിന്നെ നമ്മുടെ ആ ഒരു കണിയടയ്ക്ക കളിയടയ്ക്ക എന്നൊക്കെ പറയില്ലേ, ആ ഒരു അടയ്ക്ക കിട്ടില്ല. അപ്പം അതിന് പകരം സാധാരണ ഒരു അടയ്ക്ക നേരത്തെ തന്നെ നമ്മൾ വാങ്ങി വെച്ചതുണ്ടായിരുന്നു എൻ്റെ വളകാപ്പ് സമയത്ത്. അപ്പോൾ അതാണ് ഞാൻ ഇന്നും എടുക്കാറുള്ളത് വിഷുക്കണി വയ്ക്കാൻ. പിന്നെ ഇതേ നമ്മുടെ നാടൻ വാഴപ്പഴം കുറച്ച് പച്ച നോക്കി എടുക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും ഇവിടെ ഉള്ള എല്ലാം നല്ലോണം പഴുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ എന്തായാലും എടുത്തു. ഇനിയിപ്പോൾ ഇതേ കുറച്ച് കറിവേപ്പിലയൊക്കെ, പിന്നെ നമ്മൾ സദ്യയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട്. അപ്പോൾ അതിൻ്റെയും കൂടെ ഷോപ്പിംഗ് ഇതിൻ്റെ ഇടയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെജിറ്റബിൾസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ഇതേ പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വഴുതനങ്ങ എടുക്കുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനെ തിരഞ്ഞെടുക്കേണ്ടത്, പക്ഷെ നല്ലതാണോ ഇല്ലയോ എന്നൊക്കെ നമ്മൾക്ക് മുറിച്ച് കഴിയുമ്പോഴേ അറിയുള്ളൂ. പിന്നെ നാട്ടിലെ കണി വെള്ളരിക്ക ഉണ്ടല്ലോ, അതേപോലത്തെ വെള്ളരിക്ക ഇവിടെ കടകളിലൊന്നും കണ്ടിട്ടില്ല. പക്ഷെ ഇത് ഇങ്ങനത്തെ വെള്ളരിക്ക കിട്ടും. ഇത് നമ്മൾ ദോശക്കായ എന്ന് പറയും. കണിവെള്ളരിക്ക പോലെ തന്നെയാണ് ഇതിൻ്റെ അകത്തും എല്ലാ സംഭവമൊക്കെ ഇരിക്കുന്നത്, പക്ഷേ ഇങ്ങനെ ഉരുണ്ടിരിക്കുമെന്ന് മാത്രം. പിന്നെ വിഷുവിന് മെയിനായിട്ടുള്ള പടക്കവും കമ്പിത്തിരി പൂത്തിരി അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇവിടെ കിട്ടില്ല. അതൊക്കെ നമ്മൾക്ക് ഒന്നുമില്ല ദീപാവലി ടൈം അല്ലെങ്കിൽ ജൂലൈ 4th ഉണ്ടല്ലോ ഇവിടുത്തെ ഇൻഡിപെൻഡൻസ് ഡേ, ആ ഒരു സമയത്തൊക്കെയാണ് കിട്ടുക. അപ്പോൾ എന്തായാലും കിട്ടുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾക്ക് വിഷു ആഘോഷിക്കാം. അപ്പോൾ ഇനി മല്ലിയില എടുത്തിട്ടുണ്ട്. അതേപോലെ കുഞ്ഞുള്ളി ഉണ്ടല്ലോ, അതൊരു പാക്കറ്റ് എടുത്തു. പിന്നെ തേങ്ങ, ഈ തേങ്ങ എടുക്കുന്നതാണ് ഇച്ചിരി വലിയ കഷ്ടമായിട്ടുള്ളൊരു സംഭവം. എന്തായാലും ഒരെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് ചേന ഫ്രഷായിട്ട് അധികം കാണാറില്ല, പക്ഷേ ഇവിടെ വലിയ ചേനയൊക്കെ ഇരിക്കണ കണ്ടു. അപ്പോൾ എന്തായാലും ഒരു കുഞ്ഞ് ചേന എടുത്തിട്ടുണ്ട്. നമ്മൾക്ക് കണി വയ്ക്കുകയും ചെയ്യാം. അതിന് ശേഷം നമ്മൾക്ക് പിന്നെ എന്തെങ്കിലും കറി ഉണ്ടാക്കുമ്പം സദ്യ ഉണ്ടാക്കുമ്പം ഇടാലോ എന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് ഫ്രോസൺ ഐറ്റംസ് ഒക്കെ എടുക്കുന്നുണ്ട്. ഇതൊക്കെ സദ്യക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസാണ്. പിന്നെ പടവലങ്ങ, ഇത് നമ്മൾ കണിയിലൊക്കെ വെക്കുമല്ലോ, ഒരു ലുക്കാണ് അല്ലേ കണിയിൽ ഇതൊക്കെ വെക്കുമ്പം. സാധാരണ ആ കണി ഒരുക്കുമ്പം എല്ലാ പച്ചക്കറികളും നമ്മുടെ കയ്യിലുള്ളത് ഒക്കെ വെക്കാറുണ്ട്. പിന്നെ ഞാനതേ പയർ എടുത്തിട്ടുണ്ട്, അതും കണിയിൽ വെക്കാൻ. പിന്നെ കുറച്ച് നാരങ്ങ, അതും നമ്മുടെ കണി ഒരുക്കുമ്പോൾ വെക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് കരിക്കിൻ്റെ ആ ഒരു തേങ്ങയാണ്, അതെടുക്കണില്ല. പിന്നെ കുമ്പളങ്ങ ഇപ്പം ആദ്യമായിട്ടാണ് ഇവിടെ മുഴുവനായിട്ട് കണ്ടത്, പക്ഷെ അത് ഇച്ചിരി വലുതായതുകൊണ്ട് എടുത്തില്ല. പിന്നെ നമ്മൾക്ക് ചക്ക മെയിനാണല്ലോ, പക്ഷെ ചക്ക ഒരു കുഞ്ഞ് ചക്കേ കിട്ടിയുള്ളൂ, അതെടുത്തു. പിന്നെ കുമ്പളങ്ങ, അതുപോലെ മത്തൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു മത്തൻ കണി വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നല്ല അടിപൊളി മാങ്ങയൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു മാങ്ങ ഞങ്ങൾ ലാസ്റ്റ് ടൈം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ റേറ്റ് ഇച്ചിരി കൂടുതലാണ്, അതുകൊണ്ട് എന്തായാലും കണി ഒരുക്കാൻ വേണ്ടിയിട്ട് അതെടുത്തില്ല. പിന്നെ നമ്മൾക്കിവിടെ തേങ്ങ ചിരവിയതാണല്ലോ കിട്ടുക, അപ്പോൾ അങ്ങനെ ഫ്രോസൺ ഐറ്റംസ് കുറച്ചെടുത്തു. പണ്ടൊക്കെ നാട്ടിലെ വിഷു ഓണമൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ മാവേലി സ്റ്റോറിലാണ് ഇതുപോലത്തെ പരിപ്പും പയറും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോവുക. എന്നുവെച്ചാൽ അവിടെ പോയിട്ട് ഇങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ എടുക്കുന്നത് ഇങ്ങനെ ഓർമ്മ വന്നു. പിന്നെ നമ്മൾക്ക് പരിപ്പുകളൊക്കെ വേണമല്ലോ, അപ്പം അതൊക്കെ എടുക്കേണ്ട. പരിപ്പ് എന്ന് വെച്ചാൽ തോരപ്പരിപ്പ്, കടലപ്പരിപ്പ്, അങ്ങനത്തെ കുറേ പരിപ്പ് ഐറ്റംസൊക്കെ. ഇതിൽ മെയിനായിട്ട് പുളിയവരയ്ക്ക എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അത് ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. വിഷുവിന് ഞങ്ങൾ പാലക്കാട് സൈഡൊക്കെ വെക്കാറുള്ളതാണ് കണി ഒരുക്കണ സമയത്ത്, അപ്പോൾ അത് എടുക്കാറുണ്ട് എല്ലാപ്പോഴും. പിന്നെ നമ്മൾക്ക് ഇതുപോലെ കടല, അതുപോലെ ഒരുപാട് പരിപ്പ് ഐറ്റംസ് ഒക്കെ ഉണ്ടാവില്ല, അപ്പോൾ അതെല്ലാം കണിയിൽ ഇങ്ങനെ കണി ഒരുക്കുമ്പം വെക്കാറുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളതൊക്കെ. പിന്നെ നമ്മൾക്ക് വീട്ടിൽ ഓൾറെഡി കുറേ സാധനങ്ങളുണ്ട് കേട്ടോ, അപ്പോൾ അത് ഇല്ലാത്ത സാധനങ്ങൾ മാത്രമാണ് ഇപ്പം മെയിനായിട്ട് എടുക്കണുള്ളൂ. പിന്നെ പച്ചരി തീർന്നു പോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതെടുത്തിട്ടുണ്ട്. അത് നമ്മൾക്ക് പിന്നെ എന്തായാലും കണി വയ്ക്കുമ്പോൾ വേണമല്ലോ. പിന്നെ നെയ്യ്, നല്ലെണ്ണ, ശർക്കര, അങ്ങനത്തെ ഐറ്റംസൊക്കെ എടുത്തു. പിന്നെ നമ്മുടെ മാങ്ങ, മെയിനായിട്ടുള്ള ഐറ്റം, അത് മറക്കരുതല്ലോ, അതും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മെയിൻ സംഭവം, നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ റോഡ് സൈഡിൽ നിന്നൊക്കെ പൊട്ടിച്ച് കൊണ്ടുവരുന്ന കണിക്കൊന്ന. ഇവിടെ അങ്ങനെ എന്തായാലും പൊട്ടിക്കാൻ വേണ്ടിയിട്ട് കണിക്കൊന്ന മരവും ഇല്ല. അതുപോലെ തന്നെ ഇവിടെ ഷോപ്പുകളിലൊന്നും കണിക്കൊന്ന വിൽക്കുന്നതും കണ്ടിട്ടില്ല.
അതിനു പകരം നമ്മൾ നാട്ടിൽ നിന്ന് ഒരു പ്ലാസ്റ്റിക് കണിക്കൊന്ന വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ടൈമൊക്കെ വിഷുവിന് അതാണല്ലോ ഉപയോഗിച്ചത്. അപ്പോൾ അത് തന്നെയാണ് ഇത്തവണയും യൂസ് ചെയ്യാൻ പോണത്. അപ്പോൾ ഇവിടുത്തെ വിഷു ഒരുക്കങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. നിങ്ങളുടെയൊക്കെ വിഷു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞോ എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇവിടെ വരെ വീഡിയോ കണ്ടതിൽ. ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കണോ? അങ്ങനെയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.